വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. യുദ്ധത്തിനായി രജനീചരവീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധൗ രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടും വിൽവാങ്ങിനാൻ. രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോടും വിൽവാങ്ങിനാൻ. 10 കിരീടവും കൈകളിരുപതും വൃത്രനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർദ്ധേന ഖണ്ഡിച്ച നേരത്തു രാവണൻ നാണിച്ചു താഴത്തിറങ്ങി ഭയം കൊണ്ടു ബാണത്തെ നോക്കി നോക്കി ചരിച്ചിടിനാൻ. മുഖ്യപ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കവേ വന്നു തൊഴുതോരനന്തരം യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യാ വസിക്കയില്ലത്ര നാം. യുദ്ധമേറ്റിടുവിൻ കോട്ടയിൽ പുക്കടച്ചത്യന്ത ഭീത്യ വസിക്കയില്ലത്ര നാം. ഭേരി മൃദംഗ ഢക്ക പണവാനകദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണാശ്വോഷ്ട്രഘരഹരി ശാർദൂല സൈരിഭസ്യന്ദന മുഖ്യയാനങ്ങളിൽ ഖഡ്ഗശൂലേഷു ചാപ പ്രാസതോമരമുൽഗരയഷ്ടി ശക്തി ഛുരികാദികൾ. ഖഡ്ഗശൂലേഷു ചാപ പ്രാസതോമരമുൽഗരയഷ്ടി ശക്തി ഛുരികാദികൾ ഹസ്തേ ധരിച്ചുകൊണ്ടസ്തഭീത്യാജവം. യുദ്ധസന്നദ്ധരായുദ്ധത ബുദ്ധിയോടബ്ധികളദ്രികളുർവിയും തൽക്ഷണം ഉദ്ധൂതമായിതു സത്യലോകത്തോളം. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും വജ്രദംഷ്ട്രൻ തഥാ ദക്ഷിണദിക്കിലും ദുശ്ചവനാരിയാം മേഘനാദൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കീടിനാൻ. മിത്രവർഗാമാത്യഭൃത്യജനത്തോടും ഉത്തരദ്വാരി പുക്കാൻ ദശവക്ത്രനും. നീലനും സേനയും പൂർവദിഗ്ഗോപുരേ ബാലിതനയനും ദക്ഷിണഗോപുരേ വായുതനയനും പശ്ചിമഗോപുരേ. മായാമനുഷ്യനാമാദിനാരായണൻ മിത്രതനയായ മായാമനുഷ്യനാമാദിനാരായണൻ മിത്രതനായ സൗമിത്രി വിഭീഷണ മിത്രസംയുക്തനായുത്തരദിക്കിലും യുദ്ധമുറപ്പിച്ചു രാഘവ-രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു വിചിത്രമായി. 1000 കോടി മഹാകോടികളോടും 1000 അർബുദമായിരം ശംഖങ്ങൾ 1000 പുഷ്പങ്ങൾ 1000 കൽപ്പങ്ങൾ 1000 ലക്ഷങ്ങൾ 1000 ദണ്ഡങ്ങൾ 1000 ധൂളികൾ 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോടും കലർന്ന കപിബലം. ലങ്കാപുരത്തെ വളഞ്ഞാരതിദ്രുതം പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും
മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാർ. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ടാർത്തു വിളിച്ചടുക്കുന്നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കയും വെട്ടുകൊണ്ടറ്റു പിളർന്നു കിടക്കയും അസ്ത്രങ്ങൾ ശസ്ത്രങ്ങൾ ചക്രങ്ങൾ ശക്തികൾ അർദ്ധചന്ദ്രാകാരമായുള്ള പത്രികൾ ഖഡ്ഗങ്ങൾ ശൂലങ്ങൾ കുന്തങ്ങളീട്ടികൾ മുൽഗരപംക്തികൾ ദിണ്ടിപാലങ്ങളും തോമരദണ്ഡം മുസലങ്ങൾ മുഷ്ടികൾ ചാമീകരപ്രഭപൂണ്ട ശതഘ്നികൾ ഉഗ്രങ്ങളായ വജ്രങ്ങളിവ കൊണ്ടു നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും. രാവണൻ യുദ്ധത്തിനു വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം ഉടൻ തന്നെ തൻ്റെ സൈന്യങ്ങളെ യഥായോഗ്യം വിന്യസിച്ചു. തൻ്റെ കോട്ടയ്ക്ക് 4 വാതിലുകളുണ്ട്. ഓരോ വാതിലിൻ്റെയും ഓരോ ദിക്കിൻ്റെയും ചുമതല കരുത്തന്മാരായിട്ടുള്ള ഓരോരോ സൈന്യാധിപന്മാരെ ഏൽപ്പിച്ചു. കിഴക്കേ ദിക്കിൻ്റെ ചുമതല അത് സംരക്ഷിക്കേണ്ടത് പ്രഹസ്തൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യമാണ്. തെക്കേ ദിക്കിൽ വജ്രദംഷ്ട്രൻ, പടിഞ്ഞാറേ ദിക്കിൽ ഇന്ദ്രജിത്ത്, വടക്കേ ദിക്കിൽ രാവണൻ തന്നെ തൻ്റെ ബന്ധുക്കളോടൊപ്പം അതേപോലെ തൻ്റെ സേനാധിപന്മാരോടൊപ്പം കരുത്തന്മാരായ യോദ്ധാക്കളോടൊപ്പം രാവണൻ തന്നെ നേരിട്ട് വടക്കേ ദിക്ക് പാലിക്കുവാനായി പുറപ്പെട്ടു. അങ്ങനെ രാവണൻ തൻ്റെ കൊത്തളങ്ങളെ സംരക്ഷിക്കുവാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുന്ന അവസരത്തിൽ ശ്രീരാമചന്ദ്രനും സുഗ്രീവനോടൊപ്പം തൻ്റെ സൈന്യങ്ങളെ യഥായോഗ്യം ആക്രമണത്തിന് വേണ്ടിയിട്ട് വിന്യസിച്ചു. കിഴക്കേ ദിക്കിൽ നീലൻ തൻ്റെ സൈന്യത്തോടൊപ്പം ആക്രമണത്തിന് എത്തിച്ചേർന്നു. തെക്ക് ദിക്കിൽ ആക്രമണത്തിന് എത്തിച്ചേർന്നത് അംഗദനും അംഗദൻ്റെ നേതൃത്വത്തിലുള്ള ഗംഭീരമായ വാനരസേനയുമാണ്. പടിഞ്ഞാറേ ദിക്കിൽ ഹനുമാൻ്റെ തന്നെ നേതൃത്വത്തിൽ വലിയൊരു സൈന്യം ആക്രമണത്തിന് എത്തിച്ചേർന്നു. പടിഞ്ഞാറേ ദിക്കിലെ കോട്ടവാതിൽ സംരക്ഷിക്കുന്നത് ഇന്ദ്രജിത്താണ്. ഹനുമാൻ തന്നെയായിരുന്നു അവിടെ യുദ്ധത്തിനെത്തിച്ചേർന്നത്. വടക്കേ ദിക്കിൽ രാവണനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ശ്രീരാമചന്ദ്രൻ തൻ്റെ അനുജനോടൊപ്പം അതേപോലെ വിഭീഷണനോടൊപ്പം സുഗ്രീവനോടൊപ്പം അതേപോലെ തന്നെ വലിയ വാനരസേനയോടൊപ്പം ശ്രീരാമചന്ദ്രനും എത്തിച്ചേർന്നു. രണ്ടു വശത്തും അതിഭീകരമായിട്ടുള്ള ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തകർത്ത് നടക്കുന്നതാണ് നമ്മൾ വായിച്ചു കേട്ടത്.